ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അഫിഡവിറ്റ് ചോദിക്കുന്നുണ്ട്, അതായത് സത്യവാങ്മൂലം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകംസ് എല്ലാം കറക്റ്റ് ആണ്, ഇതിന് മുകളിൽ നമുക്ക് ഇൻകംസ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഈ അഫിഡവിറ്റ് വേണമെന്ന് ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ വെള്ള പേപ്പറിൽ അഫിഡവിറ്റ് എഴുതി, ഫോർ എക്സാമ്പിൾ ഇന്ന ദേശത്ത് ഇന്ന ഉള്ള ആള് നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ബട്ട് ഇപ്പം അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് വന്നിട്ടുണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് നമ്മൾ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എങ്ങനെ റിട്ടേൺ കൊടുക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ നമ്മളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിനകത്ത് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബേസിക്കലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഫിഡവിറ്റ് ഇങ്ങനെയാണ്: വരുമാനവും ആസ്തിയും സംബന്ധിച്ച സാക്ഷ്യപത്രത്തിലുള്ള അപേക്ഷയോടൊപ്പം വില്ലേജ് ഓഫീസർ മുൻപാകെ സമർപ്പിക്കുന്ന സത്യവാങ്മൂലം നൽകുന്ന വിവരങ്ങൾ വ്യാജമാകുന്നത് കണ്ടെത്തുന്ന പക്ഷം. സോ ഇങ്ങനെ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 4 പേജോളം വരുന്ന ഒരു അഫിഡവിറ്റ് ആണ്. 4 പേജോളം വരുന്ന അഫിഡവിറ്റ് ആണ്. ഈ അഫിഡവിറ്റ് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ അഫിഡവിറ്റ് എപ്പോഴും ഇൻകം സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എസ്പെഷ്യലി EWS സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വളരെ ആവശ്യമായിട്ട് ചോദിക്കുന്നതാണ്. സോ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒന്ന്, ഈ പറയപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെ പേരും മേൽവിലാസവും. ഫോർ എക്സാമ്പിൾ ആളുടെ പേരെന്താണ്, ആളുടെ ആളുടെ പേരെന്താണ് ആളുടെ പേര്, അതുപോലെ വീട്ടുപേര്, നിങ്ങളുടെ PO, പിൻകോഡ്, അതുപോലെ ജില്ല ഏത്, നിങ്ങളുടെ ജനന തീയതി, വയസ്സ്, കൃത്യമായിട്ട് മതം, ജാതി. ബേസിക്കലി ജാതി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിസ്തു മതത്തിന്റെ സീറോ മലബാർ കാത്തലിക് ആണോ, സീറോ മലങ്കര കാത്തലിക് ആണോ, അതോ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ആണോ, അതോ യാക്കോബായ ഓർത്തഡോക്സ് ആണോ, ഏതാ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. ജനിച്ചു വളർന്ന ജില്ല, വില്ലേജ്, അതുപോലെ തന്നെ ഇത് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളയാളുടെ തൊഴിലും വരുമാന മാർഗം. ഇപ്പൊ അപേക്ഷ കൊടുക്കുന്നയാള് വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥി എന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വർക്ക് ചെയ്തോണ്ടിരിക്കണം വർക്കിംഗ് ഡീറ്റെയിലുകൾ കൊടുക്കുക. അതോടൊപ്പം സ്വന്തമായി വരുമാനമില്ലെങ്കിൽ ആരെ ആശ്രയിക്കുന്നു? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്താണോ, നിങ്ങളുടെ സമൂഹത്തെ സഹോദരങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണോ, ആരാണ് നിങ്ങൾക്ക് സോഴ്സ് ഓഫ് ഇൻകം, അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. വിവാഹിതനാണോ അല്ലയോ അതോടെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഇന്ത്യയിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെ കൈവശമുള്ള ഭൂമിയുടെ വിവരം. ഫോർ എക്സാമ്പിൾ ആരുടെ പേരിലാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത്, അയാളുടെ പേരിൽ ഭൂമി എന്തെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റിന്റെ പേര്, താലൂക്കിന്റെ പേര്, വില്ലേജിന്റെ പേര്, അത് പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷനിലാണോ, എത്രത്തോളം വരുന്നുണ്ട് അത് ഹെക്ടറിൽ രേഖപ്പെടുത്തണം. ഇനി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വീട്ടിലുള്ള ആളുകളുണ്ടാവും. അപ്പൊ ആ വ്യക്തിയുടെ പിതാവ് ഉണ്ടാവും, മാതാവ് ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അവരുടെ പേര്, അവരുടെ ജാതി ഏതാണ്, മതം ഏതാണ്, അവർക്ക് സ്വന്തമായിട്ട് പേരിൽ ഭൂമി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, സ്വന്തമായി വരുമാനം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതേപോലെ തന്നെ ആരെ കൊടുക്കണം? കല്യാണം കഴിച്ചവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഡീറ്റെയിൽ കൊടുക്കണം. 18 വയസ്സിൽ താഴെയുള്ള സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ കൊടുക്കണം. 18 വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കണം. 18 വയസ്സിൽ മുകളിലുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ദെൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെ കുടുംബാംഗങ്ങളുടെ ഭൂമി. ഫോർ എക്സാമ്പിൾ ഈ പറയപ്പെടുന്ന മുകളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അംഗങ്ങളിൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ, ഭൂമി ഏത് സംസ്ഥാനത്താണ്, നിലനിൽക്കുന്ന താലൂക്ക് ഏതാണ്, വില്ലേജ് ഏതാണ്, അത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ, എത്രത്തോളം ഹെക്ടർ ഉണ്ട്, ആ ഡീറ്റെയിലുകൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ കുടുംബാംഗങ്ങൾ ആർക്കൊക്കെയാണ് ഇൻകം ഉള്ളത്, ആ ഇൻകം ഡീറ്റെയിൽ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ആർക്കൊക്കെ ഇൻകം ഉണ്ടോ അവരുടെ എല്ലാം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു അംഗത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 2 3 4 5 6 7 8 എന്നുള്ളത്. ആ നമ്പറാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അംഗ നമ്പർ 1 ആണോ 2 ആണോ 3 ആണോ, നിങ്ങൾ ഇപ്പോൾ 8ാമത്തെ അംഗത്തിന് ഇൻകം ഉണ്ടെങ്കിൽ 8ാമത്തെ അംഗം, അയാളുടെ പേരെന്ത്, വരുമാന മാർഗം എന്ത്, ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്നത്, IT ഫയൽ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിലുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഓരോ മാസത്തെയും വരുമാനം എത്രയാണ്, ടോട്ടൽ വരുമാനം. എന്നിട്ട് ഇപ്പൊ 3 പേരുടെ വരുമാനം ഉണ്ടെങ്കിൽ ആ 3 പേരുടെ വരുമാനം കൂട്ടിയിട്ട് ടോട്ടൽ വാർഷിക വരുമാനം ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കുടുംബങ്ങൾ താമസിക്കണം. ഫോർ എക്സാമ്പിൾ ആ കുടുംബാംഗങ്ങൾ ആർക്കൊക്കെ പേരിലാണ് ബിൽഡിംഗ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പഞ്ചായത്തിലാണ് ഹൗസിംഗ് പ്ലോട്ട് ഉള്ളതെങ്കിൽ അത് കൃഷിഭൂമിയായിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻസിലോ ആണെങ്കിൽ അത് ഹൗസിംഗ് പ്ലോട്ട് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. നിങ്ങൾ അതിനുശേഷം നിങ്ങൾ കൊടുത്ത ഡീറ്റെയിലുകളെല്ലാം ശരിയാണ്, നിങ്ങളുടെ പേര്. ഇത് മറ്റേ EWS സർട്ടിഫിക്കറ്റിനകത്ത് വേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മൾ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത്. ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽ വളരെ ക്ലിയർ ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇതാണ് സത്യവാങ്മൂലം എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക.
കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.